അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണം 300-നോട് അടുക്കുന്നു. 294 പേർ മരിച്ചെന്നാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും DVRും കണ്ടെത്തിയിട്ടുണ്ട്. ദുരന്ത സ്ഥലത്ത് NIA സംഘം പരിശോധന നടത്തി. അതേസമയം എയർ ഇന്ത്യയുടെ ബോയിങ് 787 വിമാനങ്ങളിൽ അടിയന്തര സുരക്ഷാ പരിശോധനയ്ക്ക് DGCA ഉത്തരവിട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, ഈ ഒരു ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്, അത് 300-നോട് അടുക്കുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. എന്താണ് സാഹചര്യം? ഒപ്പം തന്നെ അന്വേഷണത്തിന്റെ പുരോഗതി എന്താണ്? വിഷ്ണു, ഇന്നലെ തന്നെ ഈ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ 300-നടുത്ത് മരണം ഉണ്ടാകും എന്ന് ഈ സർക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രത്തോളം വ്യാപ്തിയുള്ള വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വിമാനം പൂർണ്ണമായി തന്നെ കത്തിയമരുകയായിരുന്നു. മാത്രമല്ല ജനവാസ കേന്ദ്രത്തിലേക്ക് ഇടിച്ചിറങ്ങി. സ്വാഭാവികമായും മരണസംഖ്യ 300-നടുത്തേക്ക് എത്തുമെന്നതായിരുന്നു സർക്കാരിന്റെ ഒരു നിഗമനം. അത് ശരിവെക്കുന്ന രീതിയിൽ 294 പേരുടെ മരണം ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിമാനയാത്രക്കാരായ 241 പേരും കൂടാതെ പ്രദേശവാസികളുമാണ് ഈ മരണപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഇന്നിപ്പോൾ ബ്ലാക്ക് ബോക്സും മറ്റും കണ്ടെത്താനായത് അന്വേഷണത്തിന് കൂടുതൽ ഊർജം പകരുന്നതാണ്. കാരണം ബ്ലാക്ക് ബോക്സ് ലഭിക്കുന്നതോടുകൂടി തന്നെ ഈ വിമാനത്തിന്റെ പ്രതിസന്ധി എന്തായിരുന്നു, അല്ലെങ്കിൽ ഇത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് ഉയരാതെ ഇത് ജനവാസ കേന്ദ്രത്തിൽ പതിച്ചതിന്റെ അടിസ്ഥാന കാരണം എന്താണ് എന്നത് ഈ അന്വേഷണം നടത്തുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും. ഇന്നിപ്പോൾ ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെ കിട്ടുന്നത് പരിശോധിക്കുന്ന നടപടികളിലേക്ക് ഇപ്പോൾ ഈ അന്വേഷണ സംഘങ്ങൾ കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.